ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഒരു നഴ്സറിയിലാണ് കേട്ടോ. ഒരുപാട് നാളായി ഇങ്ങനെ പ്ലാന്റൊക്കെ വാങ്ങാൻ വന്നിട്ട്. എൻ്റെ പ്രധാന ഹോബികളിൽ ഒന്നാണ് പ്ലാന്റ് മേടിക്കുക, അതിനെ പരിചരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചാമ്പ മരം വാങ്ങണം. അതുപോലെ തന്നെ എനിക്കൊരു ബൊഗെയിൻവില്ലേൻ്റെ ഒരു പ്ലാന്റ് വാങ്ങണം. അതുപോലെ കുറച്ച് വിത്തുകൾ വാങ്ങണം. പിന്നെ വാഴ വാങ്ങണം. വാഴ എൻ്റെ വീട്ടിലൊരു വാഴ പോലും ഇല്ല. അപ്പോൾ എന്തായാലും വാഴ വെച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ വാഴ എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇൻറ്റീരിയർ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ട്, കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ചെടികളായാലും അതുപോലെ തന്നെ ഫ്രൂട്ടായിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇവിടെ കാണുന്നത് മാവ്, പ്ലാവ്, തെങ്ങ് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ വരികയാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിയത് ചീരയും മത്തനുമാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച പ്ലാന്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചാമ്പയ്ക്കയുടെ മരം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ബൊഗെയിൻവില്ലേൻ്റെ ഒരു ഫ്ലവറിൻ്റെ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ആ ഒരു ബൊഗെയിൻവില്ല ഒരു റെഡും പിങ്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണത്. അതിൻ്റെ പൂവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇനി അതെങ്ങനെയാണ് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഉണ്ടാവുമെന്ന് ആദ്യം നോക്കി വെക്കാം. പിന്നെ ഞാൻ കണ്ടത് ഒരു വൈറ്റ് ഫ്ലവറാണ് കേട്ടോ. ഇതിന് നല്ല സ്മെല്ലാണ്. ഒരു പാലപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. പണ്ട് നമ്മളെ ഈ വേലിപ്പടർപ്പിലൊക്കെ വളർന്നിരുന്നൊരു പൂവാണ്. പക്ഷേ ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ ഇപ്പോൾ ഇങ്ങനെ ഓരോ ചട്ടികളിലാക്കിയിട്ട് അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യം ചെടികളെല്ലാം ഉണ്ട്. തെങ്ങും മാവും പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പുളിയടക്കം ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലമാണുള്ളത്. ആ സ്ഥലത്ത് നമ്മൾ അധികം പ്ലാന്റുകളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇൻറ്റീരിയർ പ്ലാന്റ് കുറവാണ്. പക്ഷേ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ കുറച്ച് പ്ലാന്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഒരു ദിവസം ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നഴ്സറിയിലുള്ള ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്ത് തന്നു കേട്ടോ. നല്ല പ്ലാന്റാണ് അവരെനിക്ക് എടുത്തു തന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോബിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യുന്നതും അവയെ എന്താ പറയുക സംരക്ഷിക്കുന്നതൊക്കെ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിന് വേണ്ട പരിപാലനങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നത് അതിൻ്റെ വളർച്ചയിലൂടെ ആയിരിക്കും. ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റുകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എവിടെ പോയാലും ശ്രദ്ധിക്കുന്നതും പ്ലാന്റുകളായിരിക്കും. അപ്പോൾ പല പ്ലാന്റുകളും കൊടുന്ന് നടാറുണ്ട്. പക്ഷെ ചിലതൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലതൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്. നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് പകുതി മഴയും പകുതി വേനൽക്കാലമാണല്ലോ. അപ്പോൾ ഈ ഒരു മഴ കഴിയുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെടികളൊക്കെ സെറ്റാക്കി വെക്കണം, ഒക്കെ എന്താ പറയുക നട്ടുപിടിപ്പിക്കുക. പിന്നെ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് നല്ല ചൂടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മാക്സിമം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ, ബൈ.